എവിടെ എത്തിയാ നീ? ആ കൊട്ടേഷൻ കൊടുക്കാനുള്ളതെല്ലാം എടുത്തല്ലേ? പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തോ? എല്ലാം ഓക്കെ അല്ലേ? ഞാൻ അവിടെ ചെന്നിട്ട് അതെടുത്ത് ഇത് എടുത്തില്ല എന്നൊന്നും പറയരുതേ. ചേച്ചി മോളെ ഇതെന്താ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്ന എന്താണ്? കുറച്ച് വെള്ളം തരുമോ? ഞങ്ങളെ പിന്നെ നെടുമങ്ങാട് ഒരു കോളേജിന്റെ ഒരു ഈവന്റ് ഉണ്ട്. അപ്പൊ അവിടെ കൊട്ടേഷൻ കൊടുക്കാൻ പോകണം. അങ്ങനെ 1-2 പരിപാടികളുണ്ട്. 1-2 വെള്ളം എടുത്തു കട്ട് തിന്ന എന്തെങ്കിലും വെള്ളം കൊണ്ടുവരുന്നു. വെള്ളം പിന്നെ ആ അക്കൗണ്ടന്റ് കണ്ണന്റെ അവിടെ കൊടുക്കാനുള്ള ബില്ല് വൗച്ചർ കാര്യങ്ങളൊക്കെ എടുത്തോ? എല്ലാം ഓക്കെ ആണല്ലോ? അതില്ല വെള്ളേ ഈ ഒറ്റടിക്ക് കുടിക്കാതെ 9 തൊട്ടായിട്ട് പതുക്കെ പതുക്കെ കുടിക്കണേ. 2 കുടിക്കുക അപ്പൊ പെട്ടെന്ന് പോകും. അത് ഒറ്റ ഇതിനങ്ങ് വലിക്ക് കുടിച്ചാ മതി. അങ്ങനെയല്ല, പതുക്കെ പതുക്കെ ഒന്ന് പതുക്കെ സിപ്പ് ചെയ്യണേ. എന്താ ചേച്ചി പോയി മാറി കണ്ടോ? 9 തൊട്ട് ഇങ്ങനെ കുടിക്കണല്ലേ? അങ്ങനെ പറയാ. മതി മതി പോയി പോയാലോ? എന്താ ചേച്ചി? സമയം ഒരുപാടായി. നമ്മള് താങ്ക്സ് ചേച്ചി പോന്നെ. ഇവിടെ ഇറങ്ങുന്നു. എന്ത് നല്ല ഭംഗിയല്ലേ സാരി കാണാൻ? അല്ലേ? നീ ആദ്യമായിട്ടാണോ അവരെ കാണുന്നത്? അല്ല, ആ സാരിയിൽ കൊള്ളാന്ന്. പിന്നെ അതാ പെണ്ണിന്റെ മൂക്കൂത്തിയുടെ അല്ലാതെ സാരിയിലൊന്നുമല്ല. മൂക്കുത്തി ഉണ്ടായിരുന്നോ? മാറിക്ക അങ്ങോട്ട്. മൂക്കുത്തി നടുക്ക് കയറി അങ്ങ് നിൽക്കും. ഇങ്ങനെ 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 ഞങ്ങൾ നിൽക്കുന്ന കാണുന്നില്ലയോ? പിന്നെ എന്തിനാ ഹോൺ അടിക്കുന്നേ? എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അതോടെ ഇട്ടിട്ട് അങ്ങ് പൊക്കോ. ഇവിടെ ഒന്നും നടക്കൂല. കള്ളത്തരോ? എനിക്കാ? എന്റെ കളി അങ്ങനെയൊന്നുമില്ല. എന്തോ മനസ്സിലുണ്ട് നിങ്ങളെ. ഇവിടെ ഇതെവിടെ? ഇനി ഇതും പിടി. ഇത് നമുക്ക് രണ്ടുപേർക്കോ? അത് നിങ്ങൾക്ക് 2 പേർക്കും. ഇത് മുത്തു ചേച്ചിക്ക്. ഇവിടെ ചേച്ചി ഇല്ലേ? നല്ല ചേച്ചി ഇല്ലേ? പിന്നെന്തിനാ ഇത് മുത്തു ചേച്ചിക്ക് കൊടുക്കുന്നേ? അല്ല, ഇപ്പൊ തൽക്കാലം ഇത് മുത്തു ചേച്ചിക്ക് കൊടുക്കോ? അത് നമുക്ക് 2 പേർക്കും മഞ്ചി മുത്തു ചേച്ചിക്ക് മാത്രം വലിയ ഡയറി മിൽക്ക്. നിങ്ങൾ ചെറുതല്ലേടാ, അപ്പൊ അത് മതി. ഇത് മുത്തു ചേച്ചി കൊടുത്തോ? കൊടുക്കോ? കൊടുക്കാം. എടാ മുത്തു ചേച്ചി കൊടുക്കുന്നത്? ഇല്ല, കൊടുക്കൂല. എന്തോ നിന്റെ മനസ്സിലുണ്ടേ കേട്ടാ. ലല്ലു ചേട്ടന്റെ പുറകെ ഒരു കണ്ണ് വേണമല്ലേ? ലില്ലേ എന്തോ ഇതെന്തുണ്ടാക്കാനാ? ഞാനേ പിന്നെ കഴിഞ്ഞ ദിവസം ഫോണിലൊരിത് കണ്ടേ. എന്ത്? ഉള്ളിയും മുളകും കൂടെ ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മുടെ പിഴുപുള്ളി ഇല്ലേ അതൊക്കെ ഇട്ട് മിക്സിയിലിട്ട് ഇങ്ങനെ അടിക്കും. ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തരുമ്പോൾ നല്ല ചമ്മന്തി കിട്ടുമെന്ന്. അതൊന്നും ഉണ്ടാക്കാൻ മൂക്കുത്തി എത്ര ഉണ്ട്? എനിക്ക് ഇതും പിന്നെ ഇതിന് മുന്നേ ഇട്ടില്ലേ ഒരു കുഞ്ഞ്. നോക്കട്ടെ. ഇതെന്ത് കാണാത്ത പോലെ ചേച്ചി? ഇതും ഇതിന്റെ ഉള്ളിൽ എന്തെന്നാ? കറുത്ത കല്ല? നീല. പക്ഷെ കറുപ്പായിട്ടാ തോന്നുള്ളൂ. നീല. ഇതെന്ന് മേടിച്ചതാ നീ? ചേച്ചിക്ക് എന്താ ചേച്ചി വല്ല മറവിയുടെ അസുഖം ഉണ്ടോ? ഇതല്ലേ എനിക്ക് ഏട്ടൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നത്. എനിക്കും ഇങ്ങനത്തെ വട്ടത്തിലെ മൂക്ക്. പക്ഷെ ഇതിന് ചുറ്റിനും മറ്റേ വെള്ളക്കല്ല്. അതാ ഇങ്ങനെ ഒരു കല്ല് നടുക്ക, എന്നിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ വെള്ളക്കല്ല്. അങ്ങനത്തെ ഇല്ല എനിക്ക്. എന്നാ ചേച്ചി ഇതിട്ടോ കുറച്ച് നാള്. ഇതെനിക്കിഷ്ടമല്ല. ഇതെന്താന്ന് വെച്ചാൽ ചെറുതാ, ഇച്ചിരി കൂടി വലുത് വേണം. ഇത് തന്നെ വലുതാ ചേച്ചി. എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു വന്നപ്പോ ഞാൻ എന്തിനാ ഇത്രയും വലുത് വാങ്ങിച്ചെന്ന്. കണ്ടാ
ഇത് സാധാരണ മൂക്കുത്തിരി അത്രേ ഉള്ളൂ. ഇങ്ങനെയല്ല, കുറച്ചും കൂടി എൻ്റെ ഈ പൊട്ടില്ലേ, ഈ പൊട്ടിനേക്കാൾ ഇച്ചിരി കൂടി വലിപ്പം വേണം. അയ്യേ, അപ്പൊ വേറെ ലുക്കായി പോവും. ഇതാ നല്ലത്. അത് തന്നെയല്ലേ ഈ കളറല്ലേടി, നല്ല ഒരു തരം പച്ച. ആ പച്ച ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിലൊരു പച്ച, എന്നിട്ട് അതിൻ്റെ പുറത്ത് നല്ല തിളക്കമുള്ള വെള്ള കല്ല് വെച്ച മൂക്കുത്തി, നല്ല വലുത്. അങ്ങനത്തെ മൂക്കുത്തി വേണം. കണ്ടിട്ടുണ്ടോ അതെവിടെയെങ്കിലും? കണ്ടിട്ടേ ഇല്ല. ആരുടെയും മൂക്കി കിടക്കുന്നതും കണ്ടിട്ടില്ല. എന്ത് എന്റെ ചേച്ചി, എന്താ ചേച്ചി ആ മൂക്കുത്തി കണ്ടിട്ടേ ഇല്ല? എന്താ അത്? ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ അങ്ങനത്തെ മൂക്കുത്തി ഉണ്ടായ ഭംഗിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഒന്നുമല്ല ചേച്ചി, ഇത് ഷർമിളയുടെ മൂക്കില് ആ മൂക്കുത്തി കണ്ട്. ഞാൻ കണ്ടില്ല. കണ്ടില്ല? എന്നാ ഞാൻ കണ്ട്. ഇത് തന്നെ ഞാൻ കണ്ട്. അതും കണ്ടോണ്ട് വന്നിരിക്കുക, എന്നിട്ട് അഭിനയിക്കുക. ഇങ്ങനെ നല്ലതല്ലേ? പക്ഷെ നല്ലായിരുന്നു. ഞാനും നോക്കി. പൊന്നു ചേച്ചി, അതിന് ചുറ്റിനുള്ള കല്ലില്ല, ഡയമണ്ടാ. എങ്ങനെ അറിയാം? അത് കാണുമ്പോഴേ അറിയാം. എന്റെ തിളക്കം കാണുമ്പോൾ അറിയാം ഡയമണ്ടാന്ന്. അത് കുറഞ്ഞ ഒരു 10-25,000 രൂപ വരും. അത് പക്ഷെ നമ്മൾ ബുദ്ധിമുട്ടിട്ട് കാര്യമില്ല. 25,000 രൂപയോ? ചേച്ചി, ഡയമണ്ടിന്റെ ഒരു കുഞ്ഞിക്കല്ലിന് വരെ ഒരു 4,000-5,000 രൂപയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചുറ്റിനുള്ള ഒന്ന് എത്ര ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ അതുകൊണ്ട് കൊതിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞാനല്ല, എനിക്ക് കൊതിയൊന്നും ഉണ്ടായിട്ടല്ല. അത് കണ്ടപ്പോ ഒരു ഭംഗി തോന്നി, അത്രേ ഉള്ളൂ. ഞാൻ പക്ഷെ അത് വേണമെന്നിപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ. ലേഡി സ്റ്റോറിൽ പോയാൽ അതേപോലത്തെ കമ്മല് കിട്ടും, അത്രയും വലിപ്പമുള്ള. അത് കാതിലിടുന്നത്, നമുക്കത് മൂക്കിലിടാം. പിന്നെ ഇത് മൂക്കിൽ പോയി ചേച്ചിക്ക് അത്രയും കൊതിയാണെങ്കിലേ ഞാൻ പറഞ്ഞ. എന്തായാലും അത് വാങ്ങിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല ഇപ്പൊ തൽക്കാലം ഇല്ല. ഇതിട്ട വേണമെങ്കിൽ കുറച്ച് ദിവസം. ഇതെനിക്ക് ഇഷ്ടമല്ല, തിളക്കമില്ല ഇതിന്. അതിന് നല്ലതാ എന്റെ മൂക്കിൽ കിടക്കണം. ഓ, ഇതിനാലും നല്ലതാ. ഇതിനാലും നല്ലതല്ല. എന്തായാലും ഇതിനാലും നല്ല ഇത് തന്നെയാ. നോക്കടി ഷേപ്പ് ഉണ്ടായിരുന്നു. ഇതൊരു ഷേപ്പും പൊട്ടിന്റെ ഷേപ്പ്. ഇതാ ഏത് കണ്ണുമൊട്ടനും പറയും ഇതാ നല്ലതെന്ന്. ഇതാ നല്ലത്. ഇനി ഞാൻ തരത്തില്ല ചോദിച്ചാലും. എനിക്ക് മൂക്കുത്തി വേണ്ട. ചമ്മന്തി വേണം. ചമ്മന്തി വേണം. പിന്നെ ഞാൻ ഇങ്ങനെ വന്നു പറഞ്ഞു എന്നൊന്നും ക്ലീറ്റോനോട് പറയാൻ നിൽക്കണ്ട. ഞാൻ എന്തിനാ പറയുന്നത്? പറയണ്ടെന്ന് പറഞ്ഞതാ നിനക്ക്. അല്ലെങ്കിൽ എല്ലാം ചെന്ന് വിളമ്പല സുഖമുണ്ടല്ലോ. എല്ലാം ചെന്ന് പറിച്ചില്. മുരളി, നിങ്ങൾ പറയുന്നത് എന്ത് ന്യായമാണ്? ഒരു വലിയ കാശുള്ള വീട്ടിൽ ഒരു അമ്മച്ചി ഒറ്റയ്ക്ക്, അവർ മക്കൾ അവിടെ നിന്നിട്ട് നോക്കാൻ ഒരാളെ വെച്ച് അവസാനം ഇപ്പം എന്താ ആ അമ്മച്ചി നിൻ്റെ പെങ്ങളെ നോക്കേണ്ട അവസ്ഥയായി. ഈ വി ഹെൽപ്പ് എന്നുള്ള സാധനം ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അവർ നമുക്ക് ഒരുപാട് വർക്ക് തരണ കുടുംബമാണ്. അല്ലല്ലല്ല, നിൻ്റെ പെങ്ങൾക്ക് വയ്യായിക ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണം. അല്ലാതെ ഒരു വയ്യാത്ത രോഗിയെ നോക്കാൻ പോയിട്ട് അവിടെ പോയിട്ട് അവസാനം ആ രോഗി നിൻ്റെ പെങ്ങളെ ചികിത്സിക്കാനും കഞ്ഞി വെച്ച് കൊടുക്കാനും അതാണ് വേണ്ടത്. രൂപ 1-2 അല്ല, 15,000 രൂപയാണ് മാസം തരണത്. ഇല്ല, അതുകൊണ്ട് ഇല്ലില്ല. ആദ്യം ഒരു കാര്യം ചെയ്യ്, നിൻ്റെ പെങ്ങളെ ചികിത്സിച്ച് അസുഖമല്ല മാറ്റ്, എന്നിട്ട് നമുക്ക് ജോലിക്ക് നിർത്താം. ഇല്ല, അതൊന്നുമില്ല. ബാക്കി കുറച്ച് പൈസേൻ്റെ ഉള്ളൂ, അത് ഞാൻ തന്നോളാം കേട്ടോ. ശരി. നല്ല കളിക്കുന്നു. എന്താ അമേരിക്കയിലുള്ള മഞ്ജുമയുടെ അമ്മ വയ്യാണ്ട് കിടക്കില്ലേ, അവരെ നോക്കാനും മുരളിയുടെ പെങ്ങൾ വെച്ച് കൊടുത്തു. അവസാനം ഇപ്പം വയ്യാത്ത അമ്മച്ചി മുരളിയുടെ പെങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കണം, അവരെ ചൂടുവെള്ളം ചൂടാക്കി കൊടുക്കണം. അവർക്ക് വയ്യാന്ന്. എന്തൊരു ഗതികെട്ട ലോകമാണെന്ന് അറിയാമോ? ഇത് എല്ലായിടത്തും ഇത് തന്നെയാണ് പ്രശ്നം. അതല്ലേ എന്തോന്ന് അവിടെ ഒരു ചെറിയ കുരു നിൽക്കണല്ലോ, ആ ചെറുതാ, അതങ്ങ് മാറും. കുരുവല്ല, മൂക്കുത്തി നോക്കിയേ. മൂക്കുത്തി അതിന്റെ ഉള്ളിലൊരു കല്ല് പോയിട്ടുണ്ടോ നോക്കിയാ ക്ലീറ്റോ? ആ മൂക്കുത്തി ഒന്നത് കാണാനില്ല, പിന്നെ അതിനകത്ത് കല്ല് കാണാൻ പോകണം. എനിക്ക് വേറെ പണിയൊന്നുമില്ല ക്ലീറ്റോ. പിന്നെ ഇങ്ങോട്ട് മൂക്ക്. ഷർമിള, നാളെ ആ മുരളിയുടെ പെങ്ങൾക്ക് എത്ര ബാക്കി പൈസ കൊടുക്കാനുള്ളതെന്ന കണക്കൊന്ന് നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ. എന്നിട്ടില്ലേ ഇത് കണ്ടോ, ഇതിനേക്കാൾ ഇച്ചിരി കൂടെ വലുത്, വട്ടത്തിൽ, നല്ല വട്ടത്തിൽ, നടുക്ക് ഇങ്ങനെ ഒരു പച്ച കല്ലിങ്ങനെ നടുക്ക് വട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ള നല്ല തിളക്കമുള്ള കല്ല്. അതൊരു ഒരു പൊട്ടിൻ്റെ വലിപ്പം, ദേ ഈ പൊട്ടിൻ്റെ വലിപ്പം, ഈ പൊട്ടിൻ്റെ വലിപ്പത്തിൽ ഒരു മൂക്കുത്തി മേടിച്ചിട്ടാലോ?
നീ ഇപ്പം പറഞ്ഞ മൂക്കുത്തി ആരുടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അത് ആരുടെ മൂക്കിൽ? ആ ശർമ്മിളയുടെ മൂക്കിലാണ്. ശർമ്മിള അങ്ങനത്തെ ഒരു സാധനം ഇട്ടേക്കുന്ന ഒരു തോന്നുന്നുണ്ട്. ഷർമിളയുടെ മൂക്കുത്തി, നിങ്ങൾ ഷർമിളയുടെ മൂക്കുത്തി നോക്കിയോ? ഓ എപ്പോഴും വന്നിട്ട് നിങ്ങളെയൊക്കെ പോലെ തന്നെ പെണ്ണല്ലേ, എപ്പോഴും 24 മണിക്കൂറും ഫോൺ എടുത്ത് വെച്ചിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ നോക്ക് ഇങ്ങനെയൊക്കെ സെൽഫി. നിങ്ങൾ 24 മണിക്കൂർ അവളുടെ മുഖത്തോട്ട് നോക്കിയായിരിക്കും. ഞാൻ എൻ്റെ ഓഫീസിൽ പോകുമ്പോൾ കാണുന്ന ഇതൊക്കെയാണ്, അതിന് ഞാൻ വഴക്ക് പറയാറുമുണ്ട്. ഞാൻ പറഞ്ഞത് ഷർമിളയുടെ കണ്ടിട്ടൊന്നുമല്ല. ആ ഇപ്പം എന്ത് നിനക്കെന്താണ്? അതേപോലത്തെ ഒരു മൂക്കുത്തി മേടിച്ചാലും എനിക്ക് മൂക്കുത്തി ഇല്ല ക്ലീറ്റോ. നിനക്കൊരു മൂക്കല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ നിനക്ക് 2 മൂക്കുത്തി അഡീഷണൽ ആയിട്ടുണ്ട്. ഇനി പോരാതുകൊണ്ട് നീ ഇനി ഇപ്പുറം കൂടെ അത് തുറക്കും. ഭയങ്കര ചെറുതാ. പിന്നെ ചെറുത് എന്തിനാണ് ക്ലീറ്റോ? സ്വർണം വാങ്ങിക്കാൻ പറ്റിയ സമയം തന്നെ, നിനക്ക് വേറെ പണിയൊന്നുമില്ല. എന്താ ഇച്ചിരി പൊടി സ്വർണം മതിയല്ലോ. എന്താ പൊടി സ്വർണത്തിന് ഇപ്പം എത്ര രൂപ കൊടുക്കണമെന്നാണ്? എന്താ ഫ്രീ ആയിട്ട് തരുമോ? എൻ്റെ അളിയനും മച്ചൻ പേരൊന്നും ജ്വല്ലറി ഇട്ടിട്ടൊന്നുമില്ല. പറയട കേട്ടാ തോന്നുന്നു. ഇവിടെ കുടുംബം 2 വട്ടം കൂട്ടി മുട്ടിക്കാനായിട്ട് ഞാൻ കിടന്ന് പറഞ്ഞ പാടെ എനിക്ക് മേടിച്ചേരൂലേ? ഇപ്പം സൗകര്യമില്ല, അതിനുള്ള സാമ്പത്തികം ഇല്ല എൻ്റെ കയ്യിൽ. എന്തെങ്കിലും ഉണ്ടാവോ നിങ്ങളുടെ കയ്യില്? ഉണ്ടാകുമ്പോൾ നീ ഇപ്പം ഇതുവരെ തിന്നാനും കൊടുക്കാനൊന്നും ഇല്ലാതെ അല്ലല്ലോ ജീവിക്കണത്. എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഈ കണക്കങ്ങ് പറഞ്ഞു. പിന്നല്ലാണ്ട് ഇവിടെ ഓരോ വീട്ടിലെ മനുഷ്യന്മാർ ആഹാരം കഴിക്കാനില്ലാതെ നിവർത്തിയില്ല, ചികിത്സയ്ക്ക് നിവർത്തിയില്ലാതെ നടക്കണം. അപ്പോഴാണ് ഇവിടെ മൂക്കുത്തി ഇട്ടുകൊണ്ട് അവള് മൂക്ക് കുത്താൻ പോകണം. കർത്താവ് എവക്കൊക്കെ മൂക്കും ചെവിയൊക്കെ കൊടുത്ത് ആരാന്തോ. ഓ ദേ, നാളെ ഇനി രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് പോകാൻ നിൽക്കരുത്. നാളെ കൊച്ചിൻ്റെ സ്കൂളിൽ പോകാനുള്ളതാ. പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞു. നാളെ എനിക്ക് പറ്റുമൊന്നുമില്ല, നാളെ എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? നിങ്ങൾക്ക് എന്ത് കാര്യം? തങ്കം നീ എന്താണ് പറയുന്നത്? ഞാനൊരു ഓഫീസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ഒരുപാട് കസ്റ്റമേഴ്സ് വരും. അപ്പോൾ അതിന് എനിക്ക് അവരെയൊക്കെ ഡീൽ ചെയ്യണം. എന്നാ അവരോട് പറ ഒരു 10-12 മണിയാകുമ്പോൾ വരാമെന്ന്. നാളെ കൊച്ചിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് നാളെ എനിക്ക് പുറത്തൊന്നിട്ട് കാര്യം അൻസാറിൻ്റെ കൂടെ ഒരു ആവശ്യമുണ്ട്. അൻസാറിന്റെ കൂടെ നിങ്ങൾ DDT പാർട്ടിയിലുണ്ടോ ഇപ്പോ? പിന്നെ നിങ്ങൾ അൻസാറിന്റെ കൂടെ എവിടെ പോണതാ? അൻസാർ ഞാനും DDT പാർട്ടി ബന്ധം മാത്രമല്ല, ഞങ്ങൾ വണ്ടി കച്ചവടമുണ്ട്, വസ്തു കച്ചവടമുണ്ട്, പല കാര്യങ്ങളുണ്ട്. നാളെ ഒരു വസ്തു നോക്കാൻ പോകണം. അൻസാറിനോട് പറയാന്ന് ഉച്ച കഴിഞ്ഞിട്ട് വരാന്ന്. അൻസാർക്കാനോട് ഉച്ച കഴിഞ്ഞിട്ട് വരാന്ന് പറയാൻ. സ്കൂളിൽ നീ പോയാലും തീർന്ന കാര്യങ്ങളേ ഉള്ളൂ, ഞാൻ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നല്ലാണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യണ ഭാര്യമാര് അവരല്ലേ പോവുള്ളൂ. നിങ്ങളിപ്പോ വിദേശത്തല്ലല്ലോ. ഞാൻ അങ്ങനെയാണെന്ന് വെച്ചോ നീ. നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ ചെയ്യാം എന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും ആദ്യം മുടക്ക്. ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഇതിപ്പോ നേരെയും പോകാൻ വയ്യ, കുറുകയും പോകാൻ വയ്യ. കല്യാണം കഴിക്കുന്നു. ഇപ്പൊ കഴിച്ചു പോയല്ലോ, ഇനി അടുത്ത് കഴിക്കാൻ നിൽക്കണവരടുത്ത് ഞാൻ പറയാം, നിങ്ങൾ ആരും കഴിക്കല്ലേ എന്ന്. ഇപ്പൊ ബുദ്ധിയുള്ള പിള്ളേരൊന്നും ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ല. ഇതല്ലേ ഇത് എന്തൊരു കഷ്ടമാണ്. സ്ത്രീ സമത്വം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ബഹളം വയ്ക്കുന്നുണ്ടല്ലോ, ആണുങ്ങളും ഞങ്ങളും തുല്യരാണെന്ന്. അപ്പം ഇത് നിനക്ക് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞൊന്നും സംഭവിക്കുമൊന്നുമില്ല. അങ്ങോട്ട് പോയാൽ മതി. നാളെ നിങ്ങൾ വരിക വേണ്ട, മൂക്കുത്തി ഇല്ലേലും ഞാൻ വരണമില്ല. മൂക്ക് കുത്താൻ പോണു രാത്രി. മൂക്കാൻ കൊണ്ട് അടിച്ച് കലക്കത്തിൻ്റെ കുറവും ഇടിക്കാനും കൈ കെട്ടി നിന്ന് തരാൻ. ലില്ലിയേ, എന്തോ ലില്ലി? ചേച്ചി എവിടെ പോയി? അല്ല, ലില്ലി പോയില്ലേ? എവിടെയാ? ആശുപത്രിയിലെ. ആശുപത്രിയിലാ? ആരെ കാണാൻ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? എന്തുവാ ഇവിടെ? അല്ല, പേടിക്കാനൊന്നുമില്ല. ക്ലീറ്റോ ചേട്ടനും തങ്കവും കൂടെ പോയി ഓട്ടോ മറിഞ്ഞെന്ന്. ഇച്ചിരി മുമ്പ് ഞാൻ ഈ കവലയിൽ ഇങ്ങോട്ട് വന്നപ്പം പറയണ കേട്ടോ. ദൈവമേ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഒരു മിനിറ്റ് വിളിച്ചാ ഫോൺ അടിക്കണം. പോവല്ലേ? ഹലോ ഏട്ടാ. അറിഞ്ഞതേ സുലി ചേച്ചി പോന്ന് പറഞ്ഞേ. അല്ലേട്ടാ, അല്ല ഒരു മിനിറ്റ്. ചേച്ചി അപ്പുറത്തുണ്ടല്ലോ. അതേന്ന് ഞാനിപ്പോ ചേച്ചിയോട് സംസാരിച്ചതല്ലേ. ഇവിടെ ഉണ്ട്. ഞാനിപ്പോ വിളിക്കാം. ചേട്ടൻ ഒന്ന് ശരിക്കും ഒന്ന് അന്വേഷിച്ചിട്ട് വിളിച്ചേ. ചേച്ചി ചേച്ചി അതിപ്പോ ആൾക്കാർക്ക് അങ്ങനെ പലതും പറയാം. നമുക്ക് അതിനനുസരിച്ച് തീരുമാനിക്കാൻ പറ്റൂലല്ലോ. ഞാനിപ്പോ വിളിക്കാവേ. ഈ സുലി ചേച്ചി ഒന്ന് പറയാ, ക്ലീറ്റോ ചേട്ടനും ഭാര്യയും കൂടെ പോയ വണ്ടി എവിടെ തട്ടിയിരുന്നു ഓട്ടോ. അവിടെ കവലയിൽ മൊത്തം അങ്ങനെ പറയണ. ഭാര്യ ഞാനിവിടെ നിൽക്കൂല, പിന്നെ ഇത് ഭാര്യ. ഞാൻ പറയായിരുന്നു ചേച്ചി ഇവിടെ ഉണ്ടല്ലോ ഒന്ന്. അല്ല, അപ്പൊ പിന്നെ അതാരാ? ചേച്ചി ഇപ്പൊ ഏട്ടനെ വിളിച്ചു പറഞ്ഞേ. ക്ലീറ്റോനൊന്ന് വിളിക്കട്ടെ. വേറെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെന്നേ,
ക്ലീറ്റോ ചേട്ടനും ഭാര്യ എന്നാ പറഞ്ഞത്, അവിടെ എല്ലാരും അങ്ങനെയാ പറഞ്ഞേ. കിട്ടണില്ലല്ലോ. അവനെന്താ കിട്ടുന്നില്ലേ? അല്ല ഏട്ടൻ പറഞ്ഞ് പിന്നെ ക്ലീറ്റോ ചേട്ടനും ചേച്ചിയും കൂടെ പോയ വണ്ടി എവിടെ ഓടിച്ചെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞത് ചേച്ചി അവിടെ ഉണ്ടല്ലോ ഒന്ന് ക്ലീറ്റോ ചേട്ടൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ ഇഷ്ടമല്ല സ്വിച്ച് ഓഫ്. എന്തോ നമ്മുടെ തങ്ങഞ്ഞേടത്തേക്ക് ക്ലീറ്റ മച്ചപ്പിക്ക് എവിടെ വെച്ചോ വണ്ടിയിൽ പോകുമ്പോ ആക്സിഡന്റ് പറ്റിയത്. ചേച്ചിയല്ലേ ഇത്? എന്ത് ഈ പെണ്ണുമ്പിള്ള ഇവിടെ നിൽക്കുമ്പോ പിന്നെ ഓട്ടോയിലെ പെണ്ണുമ്പിള്ള ഇത് ഓട്ടോയിലെ പെണ്ണുമ്പിള്ളേ? ആന്നേ, ജംഗ്ഷനിൽ മൊത്തം സംസാരം. ഞാൻ ക്ലീറ്റ മച്ചപ്പിടെ ഫോണിൽ വിളിച്ചിട്ട് ടൂട്ട് പറയുക. അപ്പൊ ഇവിടെ എന്തേലും അറിഞ്ഞെന്ന് പറയാൻ ഞാൻ ഓടി വന്നേ. ഭാര്യയും ഭർത്താവോട് പോയ വണ്ടി പറഞ്ഞു. ക്ലീറ്റോ ഒരു പെണ്ണുപിള്ളയുടെ കൂടെ ഒന്നും അല്ല പോയേക്കുന്നത്, ക്ലീറ്റോ അൻസാർ ഖാന്റെ കൂടെ പോയേക്കുന്നത്. പിന്നെ ഓട്ടോയിലുള്ളത് ആര്? അൻസാർ ഖാൻ വിളിച്ചു നോക്കട്ടെ. അങ്ങനെ മൊത്തം സംസാരം. ഹലോ അൻസാർ ഖാ, എവിടെയാ? കല്യാണത്തിനോ? ക്ലീറ്റോ എന്തിയേ? അപ്പൊ ക്ലീറ്റോനെ കണ്ടില്ലേ ഇന്ന്? ആ ശരി. എന്താ പറഞ്ഞു? എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിൽ പോയി കണ്ടോ? പിന്നെ എന്താ? അൻസാർക്കയും ഫാമിലിയും കൊല്ലത്തെ ഏതോ കല്യാണത്തിനൊക്കെ ക്ലീറ്റോനെ കണ്ടിട്ടില്ലാന്ന്. ക്ലീറ്റ മച്ചൻ അതിന് പോകുന്നു പറഞ്ഞിരുന്നോ? ആ ഇന്ന് അൻസാർ ഖാന്റെ കൂടെ എവിടെയോ പോകുന്നു പറഞ്ഞു എന്നോട്. അപ്പൊ അത് തന്നെ, ആ ഓട്ടോയിലുള്ള ആള് ക്ലീറ്റ മച്ചമ്പി തന്നെ. ഭാര്യ എന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാര്? അതറിയേണ്ടത്. അപകടം പറ്റിയെന്നുള്ളത് ശരിയാണ്. അതിലൊരു പെണ്ണും ഉണ്ടായിരുന്നു. അവിടെ പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് പറയാതെ അവിടെ പോയി എവിടെയും പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. തങ്കച്ചേട്ടത്തി അച്ചാച്ച ഒന്നും ഉണ്ടായിരുന്നേ. എന്താ ക്ലീറ്റോ ചേട്ടന്റെ കൂടെ പോയ ആരാന്ന് പോയി അന്വേഷിക്ക്. എന്റെ ലില്ലിപ്പെണ്ണെ അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ കണ്ടവർക്ക് ആർക്ക് ഏത് ആശുപത്രിയിലാണ് പോയെന്ന് അറിയത്തില്ല. ഞാനത് ഇവിടെ എന്തേലും അറിഞ്ഞോന്ന് പറയാനാണ് ഞാൻ ഓടി വന്നത്. ഇവിടെ കുറെ ഹോസ്പിറ്റലിൽ അവിടേക്ക് ഒന്ന് പോയി അന്വേഷിക്കും. എവിടാണെന്ന് വെച്ച് കയറി ഇറങ്ങാൻ പറ്റും? നിങ്ങളുടെയൊക്കെ നോട്ടഭാവം കേട്ടാ നാളെ ഇനി നിങ്ങൾക്കൊക്കെ വെളി വെച്ച് എന്തെങ്കിലും ആപത്തുണ്ടെന്ന് ഞാൻ അവിടെ ഒന്ന് പറയണ്ട. എന്നാലും സുലി ചേച്ചി മച്ചമ്പിയുടെ ഓട്ടോയിലുള്ള പെണ്ണാര്? സുലി ചേച്ചി ചെല്ല്, സുലി ചേച്ചി ചെല്ല്. എന്തായാലും ഉണ്ടെങ്കിൽ പറയാട്ടാ. ഞാൻ ഏട്ടനെ വിളിച്ചു ചോദിക്കട്ടെ. മിണ്ടാതെ പോയി കേക്കട്ടെ. പോ, ഞാൻ ഏട്ടനെ വിളിക്കട്ടെ. ഒരു പെണ്ണും പിള്ള ഈ വീട്ടിൽ നിൽക്കുമ്പോ വേറൊരു പെണ്ണിന്റെ കൂടെ റോഡിൽ വെച്ച് അപകടം പറ്റുന്നു. നിങ്ങൾ എന്നാലും അതാരായിരിക്കും? അയ്യോ അമ്മ. മതി മതി മതി. ഓ എന്തു ക്ലീറ്റോ ചേട്ടാ പറ്റിയത്? വീട്ടിലിരിക്കുന്നവര് ആദ്യം കുറച്ച് ആവുമല്ലോ. എന്തായിരുന്നു? പറയാം. വലിയ ഉപകാരം. ഓ ശരി ശരി ശരി. പൊക്കോ പൊക്കോ. ശരി എങ്ങനെയുണ്ട് വാ? പറയാം. എന്താ പറ്റിയത്? എന്തെങ്കിലും ഒന്ന് പറ്റിയത് ഇവിടുന്ന് വിളിച്ച് പറയണ്ടേ? ഫോണിലൊന്നും വിളിച്ചിട്ട് കിട്ടണേ ഇല്ലല്ലോ. ചെറിയൊരു അപകടം. വണ്ടി ഒന്നും മറിഞ്ഞപ്പോൾ അതോടെ ഫോണ് കംപ്ലൈൻ്റ് ആയി. പിന്നെ ആരെയും വിളിക്കാനും പറയാനും ഒന്നും പറ്റാത്ത സാഹചര്യമായിപ്പോയി. ഫോണിന് എന്താ പറ്റിയത്? അപ്പോൾ വണ്ടി മറിഞ്ഞപ്പോൾ ഫോണും അതിൻ്റെ അടിയിൽ പെട്ട് ഇതായിപ്പോയി. എല്ലാം ഓഫായി. ഇപ്പോൾ പ്രവർത്തിക്കണില്ല. ഇനി ഒന്ന് നന്നാക്കണം. തങ്ക എവിടെ? ചേച്ചി വരുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോ ക്ലീറ്റോ ചേട്ടൻ? എന്തിനു? ആഹാ വന്നാ നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ഞാൻ. വയ്യ വയ്യ വയ്യ. ഓ എന്താ 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 ചേച്ചി എന്ത്? മാറണ്ട. നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്?
എന്നെ കൂടാതെ നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് ചേച്ചി അല്ലേ ഉള്ളു. മിണ്ടാതെ നീ. എന്റെ വിചാരം ഞാനാ നിങ്ങളുടെ ഭാര്യയാന്ന്. ലോകം മുഴുവൻ പറയുന്നു ക്ലീറ്റോന്റെ ഭാര്യയുടെ വണ്ടി പറഞ്ഞത്. ഞാൻ ഇവിടെ നിൽക്കുവാണ്. അപ്പൊ ഏതാ ഭാര്യ? ഈ മനുഷ്യൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ? അൻസാറിന്റെ കൂടെ പോവാന്ന്. അൻസാർക്ക് പോയി. അൻസാർക്ക് എവിടെ പോയി? അങ്ങോട്ട് വീട്ടുകാരുടെ കൂടെ കല്യാണത്തിന് പോയി. നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ പറയണം കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇത്ര നാൾ നിന്നത്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ചോറും പൊതി കെട്ടി തന്ന് വെള്ളവും കുപ്പിയിലാക്കി തന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിക്കുകയാണല്ലേ? നിങ്ങൾ എവിടെ പോയി? എവിടെ പോയി എനിക്ക് ഇന്നറിയണം. ഞാൻ ഒരാവശ്യത്തിനും നിങ്ങൾ ഒരാവശ്യത്തിനും പോയതല്ല, നിങ്ങൾ അനാവശ്യത്തിന് പോയത്. അതാണ് നാപ്പുറത്തല്ലമ്മ നെറ്റിയിൽ കുരുവിട്ട് തന്നത്. എന്തോരം 10,000 വണ്ടികൾ ഓടണം. ഈ മനുഷ്യന്റെ വണ്ടി മാത്രം എന്താ തലേ കുത്തി വീണത്? പാവപ്പെട്ടവളെ പറ്റിച്ചതിന്. പറ, ആരാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഭാര്യ? പറ ക്ലീറ്റോ. ഞാനും ശർമ്മളയും കൂടി. ക്ലീറ്റോ ചേട്ടൻ എന്തിനാ ഈ പാതകം ചെയ്തത്? ഈ പേര് പറയുമെന്ന് എനിക്കറിയാറുന്നതാ. ഈ മനുഷ്യൻ ഈ പേര് മുത്തിനെ കെട്ടിക്കാറാ ഏരിയ. ഇത്ര നല്ല ഭാര്യ ഉണ്ടായിട്ടാണ് വല്ലവൾമാരുടെ കൂടെ പോയത്. ഞാൻ ഒന്ന് പറയട്ടെ. കാണിച്ചു വെച്ചിട്ട് ഇനി എന്ത് പറഞ്ഞിട്ടെന്താ? ഞാൻ പറയണ ഒന്ന് കേക്കൂ. നിങ്ങളെ സംസാരിക്കാൻ വയ്യ, ദേഹം ഒലഞ്ഞിരിക്കുകയാണ്. ഇനി എന്താ കള്ളക്കഥ പറയാൻ പറ്റുക? ഞാനും ശർമ്മളയും കൂടി ഒരു സ്ഥലത്തോട്ട് പോയി. എന്തിനു പോയെന്നറിയാവോ? എന്തിന്? ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോയതാ. സർപ്രൈസ് കൊടുക്കാനാണ്. നീ ഇന്നലെ പറഞ്ഞില്ലേ ശർമ്മിളയുടെ മൂക്കുത്തി ഭയങ്കര രസമുള്ളതാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ ശർമ്മിളയെ വിളിച്ചോണ്ട് അവള് മൂക്കുത്തി വാങ്ങിയത് ആറ്റിങ്ങൽ ഒരു കടയിൽ നിന്ന്. അത് വാങ്ങാൻ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് പോയി. അത് വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് വണ്ടി മറിഞ്ഞത്. അല്ല സത്യം. അയ്യോ സത്യമാ ചേച്ചി. ഇനി എന്തിനാ അറിയുന്നത്? ഇത് കൊടുക്കണ്ട ക്ലീറ്റോ ചേട്ടാ. അമ്മാതിരി തോന്നിയ ദിവസം ക്ലീറ്റോ ചേട്ടനെ പറഞ്ഞത്. എന്നെ പറഞ്ഞോട്ടെ, അവള് എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. അവള് ഇതിനാണ് ഞാൻ പോയത്. ഇനി എന്തിനാ അറിയുന്നത്? ഇത്ര വായിക്കണം എന്തെല്ലാം പറഞ്ഞില്ലേ? ഇപ്പൊ ഒന്നും പറയില്ലേ? എന്റെ ക്ലീറ്റോ ചേട്ടനെ ചേച്ചി മനസ്സിലാക്കിയില്ലല്ലോ.